ഒരിക്കൽ കൂടി ബാല്യത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കാത്തവർ കുറവാണ്. ആ കാലഘട്ടത്തോളം സുരക്ഷിതത്വവും സമാധാനവും സന്തോഷവുമൊക്കെ നൽകാൻ പറ്റുന്ന മറ്റൊരു കാലം ഉണ്ടാവുകയുമില്ല. എന്നാൽ ഇന്ന് ഈ കാൽപ്പനിക ഭാഷ്യങ്ങൾക്കൊക്കെ ഏറെ മാറ്റം വന്നു കഴിഞ്ഞിരിക്കുന്നു. ദൃശ്യവാർത്താ മാധ്യമങ്ങളിൽ ദിനംപ്രതി ചവിട്ടി മെതിക്കപ്പെടുന്ന ബാല്യങ്ങളുടെ നിലവിളി നാം കേൾക്കുന്നുണ്ട്. രക്ഷിക്കേണ്ട കൈകൾ തന്നെ ശിക്ഷകരാകുന്ന സാഹചര്യങ്ങളും നിസ്സഹായാവസ്ഥയുടെ പരമോന്നതിയിൽ നീതിക്കായി നിലവിളിക്കുന്ന കഥകളുമൊക്കെ ഇന്ന് നമുക്ക് തഴക്കം വന്നിരിക്കുന്നു. 2.5 years since two minor girls, 13 and 9 years old, were found hanging from their dilapidated house in Palakkad within a span of 3 months. Now a special court has acquitted 3 accused in the case. The sisters belong to the scheduled caste background, and there's uproar in the Kerala Assembly with the opposition Congress alleging sabotage and lapses in the probe. The Chief Minister has said the government is with the victims and that the government will probe if there were any lapses. Up first, horror stories from across India with young children being targeted. In Badon in UP, 2 young sisters who had gone out at night were found hanging from a tree the next morning. The families even approached the police when the girls had gone missing at night, but the cops allegedly refused to search. കൊല്ലം കുളത്തൂപ്പുഴയിൽ 15-കാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കി ദൃശ്യങ്ങൾ വിൽപ്പന നടത്തിയ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ട്യൂഷൻ എടുക്കാനെന്ന പേരിൽ വീട്ടിലേക്ക് വിളിച്ചായിരുന്നു പീഡനം. 1500 രൂപ വരെ ഈടാക്കിയായിരുന്നു പീഡന ദൃശ്യങ്ങൾ വിറ്റത്. ഇര എന്ന പേരിൽ പൊതിഞ്ഞ് സമൂഹം ഈ ബാല്യങ്ങളെ ചവിട്ടിത്താഴ്ത്തുന്നത് ഇന്ന് സർവ്വസാധാരണമായിരിക്കുന്നു. ദുർബലമായ നീതിന്യായ വ്യവസ്ഥകളിലൂടെ അതിക്രൂരമായ ഈ പ്രവൃത്തികളിൽ നിന്ന് നിഷ്പ്രയാസം രക്ഷപ്പെടുന്നവരും ഏറെയാണ്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ നിയമപരമായി നേരിടുവാൻ ഇന്ത്യൻ പാർലമെന്റ് മുൻപോട്ട് വെച്ച നിയമമാണ് പോക്സോ ആക്ട്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ എഗൈൻസ്റ്റ് സെക്ഷൽ ഒഫൻസ് ആക്ട് എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. 2012 നവംബർ 14 പ്രാബല്യത്തിലെത്തിയ ഈ നിയമം ഇന്ന് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ കുട്ടികളോടൊപ്പം നിന്ന് നേരിടുന്നു. ഈ നിയമത്തിൻ്റെ പരിധിയിൽ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നത്, പ്രകൃതിവിരുദ്ധ പീഡനങ്ങൾ, ലൈംഗിക വൈകൃതങ്ങൾക്കിരയാക്കുന്നത്, കുട്ടികളോട് ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കുന്നത്, ലൈംഗിക ആംഗ്യങ്ങൾ കാണിക്കുന്നത്, കുട്ടികളുടെ നഗ്നചിത്രം പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും കാണുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നത് എന്നിവ ഉൾപ്പെടുന്നു. ഈ വിഷയത്തെപ്പറ്റി കൂടുതൽ അറിയുവാനായി പാലായിലെ അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് അലക്സ് തോമസിനെ ഞങ്ങൾ കാണുകയുണ്ടായി. പോക്സോ ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാകലാണ് 18 വയസ്സിൽ താഴെയുള്ള മൈനർ എന്ന തരത്തിൽ വരുന്ന ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് പോക്സോയുടെ പരിധിയിൽ വരുന്നത്. പോക്സോ ആക്ടിൽ സാധാരണ ഒരു ക്രിമിനൽ കേസിൽ വരുന്ന പ്രതികൾക്ക് ഇരയാകുന്നവർക്ക് ലഭിക്കുന്ന കുറച്ച് ആനുകൂല്യങ്ങളുണ്ട്. അതുപോലെ പോക്സോ ആക്ടിൽ ഇരയാക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങൾ എന്തെല്ലാം? അതൊരു വീട്ടിൽ വെച്ചാണ് അവർക്ക് സംഭവിക്കുന്നത്. സ്വന്തം വീട്ടിൽ നിന്നാണെങ്കിൽ ആദ്യമായിട്ട് അവർക്ക് അത് ചെയ്തു കൊടുക്കുന്നത് അവർക്കൊരു പാർപ്പിട സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അത് പുറത്ത് അവർക്ക് ഏറ്റവും കൺവീനിയൻ്റായ ഒരു സ്ഥലത്ത് പാർപ്പിട സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കും. അതുപോലെ തന്നെ അവരുടെ ഭക്ഷണം, മറ്റു കാര്യങ്ങൾ എല്ലാം അവർ തന്നെ അതിൽ ചെയ്തു കൊടുക്കുന്നതാണ്. പഠിക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കാനും മറ്റു സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. അതുകൂടാതെ പുറത്തു വെച്ചാണ് എങ്കിൽ അവർക്ക് അതിന് പ്രത്യേക ഒരു ലൈസൺ ഓഫീസറെ നിയമിക്കും. ആ ലൈസൺ ഓഫീസർ എപ്പോഴും ഒരു ലേഡി ഓഫീസറായിരിക്കും, പോലീസ് ഓഫീസറായിരിക്കും. ആ ലേഡി പോലീസ് ഓഫീസർ അവരുടെ കാര്യങ്ങൾ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് അത് അവരുടെ എല്ലാ സ്ഥലങ്ങളിലെ റിപ്പോർട്ടുകളും മറ്റും കൊടുത്തിരിക്കും. കൂടാതെ അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് കൗൺസിലിങ് മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കും. ഇതാണ് പോക്സോ ഇരയാകുന്ന ആൾക്ക് കിട്ടുന്ന മറ്റ് കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ. നിലവിൽ പോക്സോ ആക്ടിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷയുണ്ട്. അതായത് പോക്സോ ആക്ടിൽ അഗ്രസീവായിട്ട് കൂടുതൽ അതിക്രമം, അതായത് ലൈംഗികമായിട്ട് ഭയങ്കരമായിട്ട് പീഡിപ്പിച്ച് അങ്ങനെ വരുന്ന മൈനറായിട്ടാണെങ്കിൽ അവർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ്, അതായത് വധശിക്ഷ വരെ ലഭിക്കാം. എന്നാൽ അങ്ങനെ വരുന്ന കുറ്റങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് 20 വർഷം കഴിഞ്ഞതാണ്. പോക്സോ ആക്ടിന് സംബന്ധമായ ഒരു കേസ് അധ്യാപിക അല്ലെങ്കിൽ അധ്യാപിക്കുന്ന നിലയിൽ ഞങ്ങളിൽ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങൾ സ്വീകരിക്കേണ്ട നിയമ നടപടികൾ എന്തെല്ലാം? ആദ്യമായിട്ട് അത് ഏറ്റവും അറിഞ്ഞ ഉടൻ തന്നെ അത് പോലീസിനെ ഇൻറ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്
അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടതാണ് ഏറ്റവും ആദ്യമേ ചെയ്യേണ്ടത്. ഇനി അത് ചെയ്തിട്ടില്ല എങ്കിൽ അധ്യാപകന് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്ന അധ്യാപകനെതിരെ കേസെടുക്കാം. അതിന് പരമാവധി 2 വർഷം വരെ ശിക്ഷയും ലഭിക്കാം. പോക്സോ കേസിലെ ഇരയ്ക്ക് എപ്പോഴെങ്കിലും പ്രതിയെ നേരിട്ട് കാണേണ്ടതായിട്ടുള്ള അവസരം വരുന്നു. കേസ് ഉണ്ടായാൽ പിന്നീട് പ്രതിയുമായി അതിൻ്റെ ഇരയെ വിസ്തരിക്കുന്നതിന് ശേഷം മാത്രമേ പ്രതിയുമായി മുഖാമുഖം കാണേണ്ട ഒരു അവസരം ഉണ്ടാവുള്ളൂ. അതായത് കേസ് ഉണ്ടായാൽ പ്രതിയെ ഐഡൻറ്റിഫിക്കേഷൻ നടത്തുന്നത് പോലും ഒന്നെങ്കിലും ഒരു വീഡിയോ കോൾ വഴി ഇത് ഞാൻ പ്രതിയെ കാണിക്കുകയാണ് എന്ന് പറഞ്ഞ് മുഖം കാണിക്കുക മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ അത് ഇരയുടെ മുഖം പ്രതിയെ കാണിക്കാറില്ല. അതുകൂടാതെ തന്നെ ഈ വിസ്തരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ അത് ഒന്നെങ്കിൽ വീഡിയോ കോൺഫറൻസിലായിരിക്കും. അതുപോലെ തന്നെ പ്രതി സാക്ഷിൽ കൂട്ടിൽ കയറി നിൽക്കുമ്പോൾ അതിന് പോലും ഒരു മറയുണ്ട്. ആ മറയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രത്യേകമായ പരിരക്ഷയോടുകൂടിയാണ് ഇരയെ പ്രതിയായിട്ട് ഒരിക്കലും കാണാനുള്ള ഒരു അവസരം കൊടുക്കാറില്ല. അതുപോലെ തന്നെ പ്രതിയെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഈ ആളാണ് എന്നെ ഉപദ്രവിച്ചത് എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ കോടതിയുടെ പ്രത്യേക പെർമിഷനോടുകൂടി കർട്ടൻ മാറ്റി മാത്രമേ പ്രതിയെ കാണിക്കുകയുള്ളൂ. അത്രയും ഉറപ്പോടുകൂടിയാണ് കോടതി ഇരയ്ക്ക് അത്രയും പൂർണ്ണ സംരക്ഷണമാണ് കോടതി എപ്പോഴും. ഈ പോക്സോ ആക്ടിന് കോടതി നടപടികളെന്തെല്ലാം? മറ്റു കോടതി അത് 1 വർഷത്തിനുള്ളിൽ തന്നെ തീർത്തിരിക്കണം. കേസ് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ 1 വർഷത്തിനകം ചെയ്ത് ട്രയൽ നടത്തിയിരിക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. എന്നാൽ ഫോറൻസിക് റിപ്പോർട്ടും മറ്റും വരുന്നതിനാൽ ചിലപ്പോൾ അതിന് കാലതാമസം വരികയും ചെയ്യാം. പോക്സോ കേസിലെ ഇരയായ കുട്ടികളുടെ മൊഴി എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്? അതായത് ഒരു കാരണവശാലും സാധാ പോലീസ് ഓഫീസർ ആയിരിക്കരുത് അത് രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും ചെയ്യരുത്. പകരം ചെയ്യേണ്ടത് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസറാണ് കുട്ടിയുടെ മൊഴി വീട്ടിൽ പോയി അവരുടെ ഏറ്റവും കൺവീനിയൻ്റായ അവർക്ക് സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് വെച്ച് വേണം എടുക്കാൻ. പിന്നെ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ഒരിക്കലും പ്രതിയുമായി ഇൻട്രാക്ഷൻ വരാവുന്ന രീതിയിൽ ആയിരിക്കരുത് ഈ മൊഴി എടുക്കേണ്ടത്. പ്രതിയുടെ സാന്നിധ്യം ഒരിക്കലും അവരുടെ സ്റ്റേഷനിലോ അവരുടെ പരിസരത്തോ ഉണ്ടാകാൻ പാടില്ല. അതുകൂടാതെ തന്നെ ഒരു കാരണവശാൽ രാത്രിയിൽ മൊഴിയെടുക്കാൻ പാടില്ല. അടുത്തത് ഒരു കാരണവശാലും ഈ ഇരയുടെ ഒരു വിവരവും മാധ്യമങ്ങളെ അറിയിക്കാനോ മറ്റും പാടില്ല. കാരണം അവരുടെ ഫോട്ടോയോ അവരുടെ തിരിച്ചറിയാവുന്ന രീതിയിലുള്ള യാതൊരു കാര്യങ്ങളും പുറത്തു പറയാൻ പാടില്ല. ഇതാണ് മൊഴിയെടുക്കുമ്പോൾ സാധാരണ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുമായ കാര്യം. മാനസിക വൈകല്യമുള്ള 18 വയസ്സിൽ മുകളിലുള്ള കുട്ടികൾ പോക്സോയുടെ നിയമപരിധി ഒരിക്കലും വരത്തില്ല. മാനസിക വൈകല്യം ഉണ്ട് എന്ന് പറയുന്നത് പോക്സോയുടെ പരിധിയിൽ വരാവുന്ന ഒരു ആളല്ല ഇര. മാനസിക വൈകല്യം സംഭവിച്ചവരാണെങ്കിലും 18 വയസ്സിന് മുകളിലാണ് എങ്കിൽ അവർ സാധാരണ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഒരു മേജറായിട്ടാണ് കണക്കാക്കുന്നത്. നിയമത്തിൻ്റെ പരിധിയിൽ അവർ മേജറാണ്. അതുകൊണ്ട് മാനസിക വെല്ലുവിളി നേരിടുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഇത് ഇപ്രകാരമുള്ള സെക്ഷൽ ഹരാസ്മെൻറ്റും മറ്റു കാര്യങ്ങളും ഉണ്ടായാൽ അവരെ ഈ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ IPC പ്രകാരമുള്ള ഒഫൻസിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ വിക്ടിമായിട്ട് മാറുകയും. പോക്സോ കേസിൽ പ്രതിയായിട്ട് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് വരുന്നതെങ്കിൽ അവർക്കുള്ള അവരുടെ നിയമ നടപടികൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവര് പ്രതിയായാൽ അവരെ ഒരു നിയമാനുസൃതം അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവർക്കെതിരെ ചാർജ് FIR ഇട്ട് കഴിഞ്ഞാൽ അവരെ ചൈൽഡ് ജുവനൈൽ കോടതിയിലാണ് ഹാജരാക്കേണ്ടത്. ജുവനൈൽ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളോടൊപ്പം അവർക്ക് ജാമ്യം കൊടുത്തു വിടാനേ അവർക്ക് സാധിക്കത്തുള്ളൂ. കാരണം അത് ഒരിക്കലും അവരെ സാധാ ഒരു ജയിലിലേക്ക് വിടാൻ പറ്റത്തില്ല. അവരുടെ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കി ജുവനൈൽ ഹോമിലേക്ക് വിടാൻ പറ്റത്തുള്ളൂ. രണ്ടാമത് ഇനി അവരെ ശിക്ഷിച്ചാൽ അവർ കുറ്റക്കാരനാണെന്ന് കണ്ടാൽ അവരെ പ്രൊബേഷൻ ഓഫീസറിന് മുമ്പ്, അതായത് അവർക്ക് നല്ല നടപ്പിന് ശിക്ഷിക്കാനേ പറ്റത്തുള്ളൂ.
ആ നല്ല നടപ്പിനെ ശിക്ഷിച്ച് അവർക്കപ്പോൾ ആ നല്ല നടപ്പിന് നടക്കുന്ന സമയം മുഴുവൻ അവരെ ഒരു പ്രത്യേക ഒരു ഓഫീസറുടെ ശ്രദ്ധയിലായിരിക്കും, എപ്പോഴും അവരുടെ ഒരു കൺട്രോളിലായിരിക്കും അവർ നയിക്കുന്നത്, നടക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം അവരെന്തെങ്കിലും പിന്നീട് വീണ്ടും ഇതേ കുറ്റമോ അതുപോലെയുള്ള മറ്റു കുറ്റങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ചുകൊണ്ടായിരിക്കും അവരെപ്പോഴും ഇരിക്കുന്നത്. അങ്ങനെ വന്നാൽ അവർക്ക് വീണ്ടും ആ റീഹാബിലിറ്റേഷൻ്റെ പ്രൊബേഷൻ അത് അവരെ മാറ്റി അവരെ വീണ്ടും ട്രയൽ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് മറ്റൊരു കേസിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഒരിക്കലും ക്ഷമിക്കുവാൻ പറ്റാത്ത തെറ്റാണ്. ഒരു കുഞ്ഞു പോലും മാറ്റി നിർത്തപ്പെടാത്ത അചഞ്ചലമായ നിയമ സംവിധാനമാണ് നമുക്കിന്നുള്ളത്. നിയമമെന്നും ഇരയ്ക്കൊപ്പം തന്നെയാണ്. എന്നാൽ ഇങ്ങനെയുള്ള നിയമങ്ങൾ മറ്റൊരു ഇരയെ രൂപപ്പെടുത്താതിരിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാവട്ടെ ഈ സമൂഹത്തിന്. മനോഹരമായി പുഞ്ചിരിക്കുന്ന ഒരുപാട് ബാല്യങ്ങൾ വിടരുന്ന പൂങ്കാവനമായി മാറട്ടെ ഇത്. ഇനിയും ഒരുപാട് മനോഹരമായി പുഞ്ചിരിക്കാൻ കഴിയുന്ന ബാല്യങ്ങൾ നമുക്ക്